SKSF നടത്തുന്ന സുന്നി ആദർശ വിശദീകരണ സമ്മേളനം ആദർശം അമാനത്താണ് എന്ന പേരിൽ നമ്മുടെ മേഖലകളിലും യൂണിറ്റുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ വാർത്താ പ്രാധാന്യവും ജനശ്രദ്ധയും നേടിയ പരിപാടി. ബഹുമാനപ്പെട്ട സമസ്ത ജമിഅത്തുൽ ഉലമയുടെ ആദർശം സമൂഹത്തെ ബോധ്യപ്പെടുത്തി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും പരിശുദ്ധ ദീനിൻ്റെയും ശത്രുക്കളെ, എതിരാളികളെ സമൂഹമധ്യേ തുറന്നു കാട്ടുന്ന ഈ സമ്മേളനങ്ങൾ പല ആളുകൾക്കും എന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾക്ക് വലിയ പ്രഹരവും വലിയ ഒരു ഭയപ്പാടുണ്ടാക്കിയിരിക്കുകയാണ്. അവർ തെറ്റിദ്ധാരണകൾ പരത്തി ഹീനമായ അജണ്ടകൾ ആവിഷ്കരിച്ച് നുണ പ്രചരിപ്പിച്ച് ഇത്തരം ആദർശ സമ്മേളനങ്ങളെ ഇല്ലായ്മ ചെയ്യാനും മുടക്കാനും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വരുന്ന വ്യാഴാഴ്ച നമ്മുടെ ചെമ്മാട് നടക്കുന്ന ആദർശ സമ്മേളനം മുടക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഫോൺ ചെയ്ത് വെറുതെ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ സമസ്ത വിരോധികളാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞ് വളരെ മോശമായ ഇത്തരം പ്രവണതകൾ നടത്തുന്ന ഒരുപാട് സ്വഹാബി സംഘങ്ങളുണ്ട്. ആ കൂട്ടത്തിലെ ഒരു സയ്യിദ് എന്ന് പറയുന്നൊരു വ്യക്തി നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പച്ച നുണ ബഹുമാനപ്പെട്ട സമസ്ത ജമിഅത്തുൽ ഉലമയുടെയും അതുപോലെ പാണക്കാട് കുടുംബത്തിൻ്റെയും ആളുകളാണെന്ന് പറഞ്ഞ് വലിയ സ്നേഹം പ്രകടിപ്പിച്ച് നമ്മുടെ മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ അനുയായികൾ, അതിൻ്റെ പ്രവർത്തകർക്കിടയുടെ അവരുടെ വീര്യം ചോർത്തിക്കളയുന്ന തരത്തിൽ പച്ചയായ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു വോയിസ് നിങ്ങൾ ആദ്യം കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ ചെമ്മാട് നമ്മളെ നാട്ടിലൊരു അട്ടത്തിടുന്ന പരിപാടി കേട്ട്, ആദർശ അട്ടത്തിക്കണ പരിപാടി. അപ്പോൾ ഞാനതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഷാഫി ഹാജിയുടെ ഫോട്ടോ കാണുന്നുണ്ട്, ഇസ്ഹാഖ് ഉസ്താദിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ അവർ രണ്ടുപേരും ഈ പരിപാടിക്ക് പോകില്ല. ഷാഫി ഹാജിയും പോകില്ല, ഇസ്ഹാഖ് ഉസ്താദും പോകില്ല. ഇവർ ഒരു പരിപാടി മഹല്ലത്തിൽ വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമൻ്റെ വാക്കുണ്ട്, ആ മഹല്ല് കമ്മിറ്റിയുമായി മഹല്ല് ഭാരവാഹികളുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് സമ്മതത്തോടു കൂടിയേ വെക്കാൻ പാടുള്ളൂ എന്ന്. ആ മഹല്ലിൻ്റെ സെക്രട്ടറിക്ക് വിളിച്ചു ഞാനപ്പം. സെക്രട്ടറി ആ വിവരം അറിഞ്ഞിട്ടില്ല. ഈ അട്ടത്തിടുന്ന പരിപാടി സെക്രട്ടറിയോട് പറഞ്ഞിട്ടില്ല. ആര്? മഹല്ല് സെക്രട്ടറിയോട്. പോട്ടെ, SKSFിൻ്റെ പേരിലാണ് ആദർശം വെച്ച് അട്ടത്തിടാൻ പോണത്. എന്നാൽ അവിടുത്തെ ശാഖ SKSFിൻ്റെ സെക്രട്ടറിയോട് അന്വേഷിച്ചിട്ടുണ്ടോ? അതുമില്ല. അവരിങ്ങോട്ട് തോന്നിയ സ്ഥലത്താണ് തീരുമാനിക്കുക, തോന്നിയ ആളുകളോടാണ് പറയുക, എന്നിട്ട് ഫസാദ് പ്രസംഗിച്ച. ഇതാണ് പരിപാടി. ചെമ്മാട് മഹല്ല് സമസ്തയും പാണക്കാട് സാദാത്യങ്ങളെയും മുസ്ലിം ലീഗിനെയും ഒക്കെ സ്നേഹിക്കുന്ന, ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചെമ്മാട് മഹല്ലിലെ 90% ആളുകളും. 90% ആളുകളും. അപ്പോൾ മഹല്ല് കമ്മിറ്റിയോട് സമ്മതം ചോദിക്കാതെ SKSFിൻ്റെ സെക്രട്ടറിയോട് പോലും സമ്മതമില്ലാതെയാണ് ആദർശം ചെമ്മാട്ടങ്ങാടിയിൽ അട്ടത്തിടാൻ വരുന്നത്. ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. ഈ നമ്മളെ ചക്കര മുട്ടായി കച്ചവടക്കാരുണ്ടല്ല, ആണ് പോകും എവിടെയെങ്കിലും കൊണ്ടുപോയി 2-12 വെച്ചിട്ടും അവിടെ നിൽക്കും, നാളെ പിന്നെ അവിടെ നിർത്തുപോകും. ഇതാണ് ഇവരുടെ പരിപാടി. ഈ പരിപാടി ഇത് എന്തിൻ്റെ പേരിലാണ്? സുന്നത്തി ജമാഅത്താണ് പറയാൻ പോണത്. SKSFിൻ്റെ പേരിലാണല്ലോ വെക്കണത്. സമസ്തന്റെ കീഴിലുള്ള ഒരു മഹല്ലിന്റെ സെക്രട്ടറിയോട് ചോദിച്ചിട്ടില്ല, പോട്ടെ സ്വന്തം സംഘടനാ സെക്രട്ടറിയോട് പോലും ചോദിക്കാതെ നടത്തുന്ന ഒരു പരിപാടി. ഇതൊക്കെ ആർക്ക് ആദർശം പഠിപ്പിക്കാനാണ് എന്നുള്ളത് സമൂഹം വിലയിരുത്തട്ടെ. പൊതുസമൂഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഞാൻ കൃത്യമായി അന്വേഷിച്ചിട്ട് തന്നെയാണ് വോയിസ് ഇടുന്നത്, മനസ്സിലായില്ല? അതുകൊണ്ട് നിഷ്കളങ്കരായ പ്രവർത്തകന്മാർ മനസ്സിലാക്കുക, ഇവരുടെ കുരുട്ട് ബുദ്ധിയും ഇവരുടെ വളഞ്ഞ വഴികളും തിരിച്ചറിയുക. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ കാടുവെട്ടൽ നടന്നുകൊണ്ട് മഹല്ലുകളെ ശുദ്ധീകരിക്കുക. ഉമറാക്കൾ വളരെയേറെ ജാഗ്രത പുലർത്തുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഇത്തരം ദുശക്തികളിൽ നിന്ന് ഈ സംവിധാനത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും. പച്ചയായ നുണയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക. ഇത്തരം സമ്മേളനങ്ങൾ സമസ്തയുടെ ആദർശ സമ്മേളനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ കുതന്ത്രം
എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചമ്മാടുള്ള ഈ സംഘടനാ സമിതിയുടെ പ്രധാനപ്പെട്ട അതിൻ്റെ സെക്രട്ടറി തന്നെ, അവിടുത്തെ ബന്ധപ്പെട്ടവർ തന്നെ ഈ വിഷയ സംബന്ധമായി നമ്മുടെ ഉസ്താദന്മാരെ ആരൊക്കെ ക്ഷണിച്ചു, ആരൊക്കെ പങ്കെടുക്കും, ആരൊക്കെ പങ്കെടുക്കില്ല എന്ന് കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ ആദർശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു വോയിസ് വ്യാപകമായിട്ടുള്ള രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മുടെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം. ആ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വോയിസുമായിട്ട് വന്നിട്ടുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ആദർശ സമ്മേളനം വരുന്ന ഫെബ്രുവരി 6-ാം തീയതി വ്യാഴാഴ്ച ചമ്മാട് വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. എല്ലാവരും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. പിന്നെ നമ്മുടെ ആദർശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിലവിൽ നമുക്കറിയാം, അതിൻ്റെ തുടക്കം തന്നെ അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ ബാവുദ്ദീൻ നദ്വി ഉസ്താദിനെ ആയിരുന്നു നമ്മൾ ഉദ്ഘാടനമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഉസ്താദിനെ അടിസ്ഥാനത്തിൽ തന്നെ ഉസ്താദിനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഉസ്താദ് ആ മഹല്ലത്തിലെ പ്രസിഡന്റ് കൂടിയാണ്, അതുപോലെ തന്നെ സമസ്ത മുഷാവറ അംഗം കൂടിയാണ്. ബഹുമാനായ ഉസ്താദിനെ ക്ഷണിച്ചു. ഉസ്താദ് പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിലായിരുന്നു ബഹുമാനായ ഫഖറുദ്ദീൻ തങ്ങളെ ഉദ്ഘാടകനായിട്ട് തെരഞ്ഞെടുത്തത്. പിന്നെ മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ആദർശ സമ്മേളനത്തിൽ തന്നെ ബഹുമാനായ ആ മഹല്ലത്തിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള ബഹുമാനായ ഷാഫിയാജിയെ ക്ഷണിച്ചിട്ടുണ്ട്. SMF സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ അദ്ദേഹവും അന്ന് നാട്ടിലുണ്ടെങ്കിൽ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് ബഹുമാനായ ആ മഹല്ലത്തിന്റെ ഖത്തീബ് കൂടിയായിട്ടുള്ള ഇസാഖ് ബാക്കി ഉസ്താദിനെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇസാഖ് ബാക്കി ഉസ്താദ് അന്ന് സ്വലാത്ത് ഉണ്ട്, ദുആക്ക് നേതൃത്വം ഉസ്താദാണ്. ഉസ്താദ് അത് കഴിഞ്ഞതിന് ശേഷം എത്താമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് SKSF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ശാഖ പ്രസിഡന്റ് കൂടിയാണ്. ആ പ്രസിഡന്റും കൂടിയായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസിഡന്റും അറിയുന്നതാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രവർത്തകന്മാരാരും വഞ്ചിതരാവരുത്. കാരണം വ്യാപകമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആദർശ സമ്മേളനത്തെ ഇകഴ്ത്താനും അതുപോലെ തന്നെ ആദർശ സമ്മേളനം പൊളിച്ചെടുക്കാനും ഒക്കെ വേണ്ടി പല കുപ്രചരണങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാരാരും വഞ്ചിതരാവെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. വളരെ കൃത്യമായാണ് അവിടുത്തെ അതിൻ്റെ ബന്ധപ്പെട്ട സംഘടനാ ഭാരവാഹി ആഷിഖ് നടത്തിയിട്ടുള്ള ഈ വോയിസ്. ഇതിനെ വളരെ ജനങ്ങളിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, നമ്മളെ ഐക്യം തകർക്കുക, ഈ ഒരൊറ്റ ശ്രമമാണ് ഇത്തരം നളന്ത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സമസ്തക്ക് സമാന്തരമായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട പ്രവർത്തകർ തിരിച്ചറിയണം. ഇത്തരം ആളുകളുടെ കെണിയിലും വഞ്ചനയിലും പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതിൻ്റെ നേർരൂപമായ സമസ്തയ്ക്ക് വേണ്ടി നമ്മളൊക്കെ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.